ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുശീല പറയാണ്, ആ സുന്ദറിൻ്റെ ഒരു ഭാഗ്യം, എങ്ങനെ നടന്നിരുന്നവനാണ് ആ സുന്ദർ. എന്നിട്ടിപ്പോൾ അയാൾക്ക് കിട്ടിയിരിക്കുന്ന ഭാഗ്യം കണ്ടില്ലേ, മകനും മരുമകളും ഫ്ലാറ്റ് എടുത്ത് അയാളെ നോക്കാൻ നിർത്തിയിരിക്കുന്നു. അത് കേൾക്കുന്ന പ്രതിഭ പറയാണ്, സാധാരണ അമ്മായിയച്ഛനെ നോക്കേണ്ട ബാധ്യത ഇങ്ങനെ അവർക്ക് തന്നെയല്ലേ. അത് കേട്ടോടുന്ന തന്നെ, എടി നിനക്ക് അവരുടെ ചരിത്രമൊന്നും അറിയില്ല. ഈ സുന്ദർ എന്ന് പറയുന്നവന് അവനൊരു രണ്ടാം കെട്ടും കെട്ടിക്കൊണ്ടുവന്നിട്ട് എൻ്റെ മകളെ ഒരുപാടിട്ട് പീഡിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരുപക്ഷെ എൻ്റെ മകൾ മറന്നു പോയിട്ടുണ്ടാവും. പക്ഷെ സുശീല അതൊന്നും മറക്കില്ല. സുശീലക്ക് അത് മറക്കാനും കഴിയത്തില്ല. അങ്ങനെയാണ് സുശീല. എന്തായാലും ഇനി അവൾ ഇങ്ങോട്ടേക്ക് വരണമെന്നില്ല. അവള് അമ്മായിയച്ഛനെ നോക്കി അവിടെ നിൽക്കാൻ തയ്യാറായെങ്കിൽ ഇനി എന്തായാലും ഈ വീട്ടിനുള്ളിൽ റൂമില്ലാത്ത പ്രശ്നത്തിന് പരിഹാരമായല്ലോ. അതുകൊണ്ട് തന്നെ ഇനി അമ്മായിയച്ഛനെയും നോക്കി അവൾ അവിടെ നിന്നോട്ടെ. ഇങ്ങോട്ടേക്ക് അവളും അവളുടെ ഭർത്താവും ഇങ്ങോട്ടേക്ക് വരണ്ട. ഈ വീട്ടിൽ ഇനി സൗകര്യത്തോടു കൂടി എല്ലാവർക്കും ജീവിക്കാലോ എന്നിങ്ങനെ പറയുമ്പോൾ സത്യൻ, എന്താണ് അമ്മേ, സ്വന്തം മകളല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ സുശീല ആ പറഞ്ഞ വാക്കുകൾ ഒരിക്കലും സത്യന് ഉൾക്കൊള്ളാൻ കഴിയില്ല കേട്ടോ. അങ്ങനെ സുശീലയുടെ ഈ ഒരു പ്രവൃത്തി കണ്ടിട്ട് സത്യൻ എങ്ങനെ നേരാക്കിയാലും നേരാവാത്ത ഒരു അമ്മയാണെങ്കിൽ താൻ എന്ത് എന്നുള്ളത് തന്നെ ആയിരിക്കുന്നു കേട്ടോ. ഇതേ സമയമാണെങ്കിലോ ഇങ്ങനെ മാഷിനെയാണ് കാണിക്കുന്നത്. മാഷും മക്കളൊക്കെ ഇങ്ങനെ ഒരുമിച്ചിരിക്കുകയാണ്. അപ്പോൾ ദയയുടെ ആ ഇരിപ്പും ഭാവമൊക്കെ കാണുമ്പോൾ, എന്തിനാ മോളെ നീ ഇങ്ങനെ സങ്കടപ്പെടുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ ദയ ഒന്നുമില്ല എന്ന് പറയാണ്. അപ്പോൾ ഉടൻ തന്നെ മാഷ് പറയണേ, നീയും തീരുമാനം എടുത്തിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ രഘു പറയാണ്, ശരിയാണ്, നീ തീരുമാനം എടുത്തിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്. നിനക്ക് വേണമെങ്കിൽ ശബരിയുടെ കൂടെ നിന്നിട്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരമൊക്കെ കണ്ടെത്തായിരുന്നു. പക്ഷേ അത് വേണ്ടെന്ന് കരുതി നീ ഇങ്ങോട്ടേക്ക് വന്നത് പിന്നെ എന്തിനാ നീ ഇങ്ങനെ വിഷമിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ദയോട് ചോദിക്കുമ്പോൾ, അതല്ല ഉണ്ണിക്കുട്ടനെ എന്നെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. പിന്നീട് ഞാൻ അവനെ പിരിയേണ്ടി വന്നപ്പോൾ അവൻ്റെ ആ മാനസികാവസ്ഥ ഞാനൊന്ന് ആലോചിച്ച് നോക്കുകയാണ്. അതൊക്കെ ആലോചിച്ചപ്പോൾ എന്നെ വല്ലാത്തൊരു അലട്ടൽ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ഇങ്ങനെ രഘു പറയണേ, എന്തായാലും ഒരാഴ്ച അത്രേ ക്ഷമിക്കണ്ടുള്ളൂ. ഒരാഴ്ചക്കുള്ളിൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരമാവും. അതോടുകൂടി ഈ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ കഴിയും. അപ്പോൾ അമ്പിളി പറയാണ്, ശരിയാണ്, നിനക്ക് നിൻ്റെ കുഞ്ഞിനെ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരായിരുന്നില്ല, അതല്ലേ നല്ലത്. ഞാൻ ഭ്രാന്താസ്പത്രിയിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് എൻ്റെ കുഞ്ഞിനെ നോക്കിയത് അവരല്ലേ. ആ സമയം ഞാൻ എൻ്റെ കുഞ്ഞിനെ അവർക്ക് വിട്ടുകൊടുത്തിട്ട് ഇപ്പം ഞാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ കുഞ്ഞിനെ എടുത്തു കൊണ്ടുവരുന്നത് ഒരിക്കലും ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞിനെ കൊണ്ടുവരാതിരുന്നത് എന്നിങ്ങനെ ദയ പറയാൻ കേട്ടോ. അങ്ങനെ പിന്നീട് മാഷ് പറയണേ, എന്തായാലും ദയമോളെ നീ പോയി കിടന്നോ, ഇനിയിപ്പോൾ ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് മാഷ് പറഞ്ഞേക്കെങ്കിലും കൂടി രഘുവിനോട് പറയണേ, എൻ്റെ മകളുടെ കര ഒരിക്കലും അടുത്തിട്ടില്ല, കണ്ണീർ കാല് ഇനിയും താണ്ടേണ്ടിയിരിക്കുന്നു, അവൾ ഇനിയും കണ്ണീർ കാല് താണ്ടിയിട്ട് വേണം വരാൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്പിളി ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് പോവാണ് കേട്ടോ. ഈ സമയം രഘുവിനോട് അമ്പിളി പറയണേ, എൻ്റെ അച്ഛൻ്റെ മനോവിഷമം എന്ന് മാറാനാണാവോ. ഞങ്ങൾ 5 പെൺകുട്ടികൾ വന്നതിന് ശേഷം അച്ഛന് ഒരു സന്തോഷവും കിട്ടിയിട്ടില്ല. അമ്മ ഞങ്ങളെ വിട്ടുപിരിഞ്ഞതിന് ശേഷം അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചതാണ്. പക്ഷേ കെട്ടിക്കുന്നത് വരെ അച്ഛന് സന്തോഷമായിരുന്നു. കെട്ടിച്ചതിന് ശേഷം അച്ഛൻ സന്തോഷം എന്തെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നും അച്ഛന് ഓരോരോ പ്രശ്നങ്ങളാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ ഉടൻ തന്നെ രഘു പറയണം, ആരും അറിഞ്ഞും കൊണ്ട് ആരെയും ഉപദ്രവിക്കുന്നതല്ലല്ലോ ഇത്. ഓരോരോ സമയങ്ങളിൽ ഓരോ സാഹചര്യങ്ങൾ ഉണ്ടാവുന്നതല്ലേ. അതുകൊണ്ട് ആരും ആരെയും കുറ്റപ്പെടുത്തണ്ട. അതുകൊണ്ട് ഇനി ഈ പ്രശ്നങ്ങളൊക്കെ പരിഹാരമായ ദയും ശബരിയുമായി ഒരുമിക്കില്ലേ. എന്തായാലും അത് അവൻ പറയുന്നതിൽ ഒരു കാര്യമുണ്ട്. ദയം എടുത്തുചാട്ടത്തിൽ മിഥുന് ആ പൈസ നൽകിയത് ശബരിയോട് ചോദിക്കുകയോ ഭാര്യയായി നിന്നല്ലേ അവളത് ചെയ്തത്. അത് തെറ്റാണ്. ഏതൊരു ആണിനും അത് സഹിക്കാൻ കഴിയില്ല. അത് തിരുത്തട്ടെ, എന്തായാലും തിരുത്തിയിട്ട് അവൾ അങ്ങോട്ടേക്ക് പോട്ടെ എന്ന് പറയട്ടോ. ഇതേ സമയം ദയക്കാണെങ്കിലും ശബരി പറഞ്ഞ ആ വാക്ക് വല്ലാത്തൊരു വേദന തന്നെയാവാണ്. തൻ്റെ മനസ്സിനെ അത് അംഗീകരിക്കാൻ ദയക്ക് കഴിയുന്നില്ല കേട്ടോ. കാരണം ശബരിയിൽ നിന്ന് ഇങ്ങനെ ഒരു മറുപടി തനിക്ക് കിട്ടേണ്ടി വരുമെന്ന് ദയ ഒരിക്കലും ചിന്തിച്ചില്ല. അങ്ങനെ ദയ അത് ഓർത്തിരുന്ന് കരയാണ്. തൻ്റെ കുഞ്ഞിൻ്റെ ആ ഒരു ഭാവവും ദയ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ ദയ കടന്നു പോയത് ഇത്രയും നാളുകൾ തെറ്റിലൂടെ എന്ന ആ തിരിച്ചറിവ് ദയക്ക് ഇങ്ങനെ വന്ന് തുടങ്ങുകയാണ് കേട്ടോ. പിന്നീടാണെങ്കിലോ സച്ചിയുടെ കുടുംബത്തെയാണ് കാണിക്കുന്നത്. സച്ചി വന്നിട്ട് മകളോട് കാര്യങ്ങളൊക്കെ പറയണം. ഇങ്ങനെയൊക്കെയാണ് മോളെ, എന്തായാലും ആർക്കും തെറ്റ് പറ്റാം. ഇപ്പോൾ കല്യാണത്തിന് മുന്നേ പല ബന്ധങ്ങളും എല്ലാവർക്കും ഉണ്ടല്ലോ. അങ്ങനെ ഒരു ബന്ധം ഉള്ളത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ മോളാണ് തീരുമാനം എടുക്കേണ്ടത്. ഈ അച്ഛൻ ഒരിക്കലും നിന്നോട് പറയില്ല
എന്തായാലും നീ അവനെ അവൻ്റെ കൂടെ തിരിച്ചു എന്ന് പറയില്ല. പക്ഷേ എൻ്റെ മകളുടെ ശരി ഏതാണോ ആ ശരിയാണ് ഇനി എടുക്കേണ്ടത്. അവരിങ്ങനെ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചു. ഇങ്ങനെ മകനെ തെറ്റ് പറ്റി, ആ തെറ്റ് തിരുത്താൻ അവൻ തയ്യാറാണ്, ഒരിക്കലും മൃദുലയുമായി ഇനിയൊരു ബന്ധമുണ്ടാവില്ലെന്ന് അവനിങ്ങനെ ഉന്നയിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ അച്ഛാ എനിക്കൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു, എനിക്ക് ആലോചിച്ചതിന് ശേഷം അതിന് മറുപടി പറയാൻ കഴിയത്തുള്ളൂ എന്നിങ്ങനെ ഇന്ദു പറയുന്നു കേട്ടോ. അങ്ങനെ ഈ സമയം ഇന്ദു ഇങ്ങനെ ടെറസിൽ പോയി നിൽക്കുകയാണ്. ഇന്ദു വളരെ സങ്കടത്തോടു കൂടി ഇങ്ങനെ ചിന്തിക്കുകയാണ്. വിവാഹം ചെയ്ത അന്ന് രാത്രി തന്നെ തൻ്റെ കിടപ്പറ പങ്കിടാതെയും കണ്ട്, തന്നെ ഒരു പുതുപെണ്ണായി കാണാതെയും കണ്ട് വേറൊരുത്തിയെ തേടിപ്പോയ രാഹുൽ എന്ന ആളെ കുറിച്ച് ഇന്നിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ തൻ്റെ മനസ്സിലൂടെ പലതും കടന്നു പോവാണ്. അപ്പോൾ അന്ന് ആ വിവാഹത്തിന് നടന്ന ആ ഒരു ഇതും ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. ഇന്ദുവാണ് ഇവിടെ തീരുമാനം എടുക്കേണ്ടത്. സത്യന് ഇങ്ങനെ പറഞ്ഞ ആ വാക്കുകളും ഒക്കെ ഇങ്ങനെ മനസ്സിൽ കിടന്ന് അലട്ടുകയാണ് കേട്ടോ. അപ്പോൾ സത്യനെ പോലെ ഒരു പാവം പയ്യനെ താൻ ഇങ്ങനെ ചെയ്യരുതായിരുന്നു എന്നൊരു തോന്നലൊക്കെ ഇന്ദുവിൻ്റെ ഉള്ളിൽ തോന്നുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഇങ്ങനെ ഗോകുൽ കടന്നു വരുന്നത്. മോളെ, നീ ഓരോന്ന് ആലോചിച്ച് ടെൻഷനാവണം. എന്നാൽ എൻ്റെ മോൾക്ക് ഒരു അബദ്ധം സംഭവിച്ചിട്ടില്ല. ഈ വിവാഹം അല്ലെങ്കിൽ വേറൊരു വിവാഹം നിനക്കുണ്ടാവും, അത്രയേ ഉള്ളൂ ഏട്ടാ. അങ്ങനെയൊന്നും ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല. അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടല്ല ഇപ്പം എൻ്റെ ടെൻഷൻ. സത്യേട്ടനോട് ചെയ്ത ക്രൂരത കൊണ്ടാണ് എനിക്ക് ഈ തിരിച്ചടി കിട്ടിയത് എന്നൊരു തോന്നൽ. അതെന്താ മോളെ ഇപ്പം അങ്ങനെ തോന്നാൻ കാര്യം? നമുക്ക് എല്ലാവർക്കും സുശീലാൻ്റിയോടുള്ള പക കൊണ്ടാണ് നമ്മൾ സത്യേട്ടനെ അകത്തിയത്. പക്ഷേ സത്യേട്ടൻ്റെ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവുമെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അന്ന് സത്യേട്ടൻ അനുഭവിച്ച ആ മാനസികാവസ്ഥ അതാരും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ സത്യേട്ടനോട് ചെയ്ത തെറ്റിനുള്ള ശിക്ഷയായിരിക്കും ഒരു പക്ഷേ എനിക്കിത് കിട്ടിയത്. രക്തപ്രഭ മേഡവും പിന്നീട് സുശീലാൻ്റിയും ആ കുഞ്ഞമ്മണി ചേച്ചിയും ഒക്കെ പാടെ കൂടി അവിടെ ഉണ്ടാക്കിയ കോലാഹലങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ സത്യേട്ടൻ എന്ന നല്ല വ്യക്തിയുടെ ആ മനസ്സ് കാണാതെ പോയി എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ട് അവിടെ തന്നെ ഗോകുൽ പറയാനും ശരിയാണ് മോളെ നീ പറഞ്ഞത്. സുശീലയോടുള്ള വെറുപ്പ് കൊണ്ട് തന്നെ നമ്മളെല്ലാവരും സത്യൻ്റെ നന്മ തിരിച്ചറിയാതെ പോയി. അന്ന് നമ്മൾ അന്തസ്സും സ്റ്റാറ്റസും ഒക്കെയാണ് നോക്കിയത്. പക്ഷെ അതിലും വലിയ തറ പരിപാടിയാണ്. സത്യനും സുശീലയൊക്കെ എങ്ങനെയെങ്കിലും സഹായിക്കായിരുന്നു. പക്ഷേ രാഹുൽ ചെയ്തത് വേറൊരു പെണ്ണിനുമായി ജീവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ മോളെ ഇനി എടുക്കുന്ന തീരുമാനം അതൊരിക്കലും വള്ളിപുള്ളി തെറ്റാത്ത തീരുമാനമായിരിക്കണം. എൻ്റെ മോളുടെ ജീവിതമാണ്. അതുകൊണ്ട് ഈ ഏട്ടൻ എന്തിനും ഏതിനും ഒപ്പമുണ്ടാകും. പക്ഷേ നിനക്കിഷ്ടമുണ്ടെങ്കിൽ മാത്രം രാഹുലിൻ്റെ കൂടെ പോവുക. അവൻ പലതും പറയും, പക്ഷെ അവനെ വിശ്വസിക്കാൻ പറ്റാത്ത കള്ളനാണ് അവൻ. അതുകൊണ്ട് നീ ഒന്ന് ആലോചിക്കണം എന്നൊക്കെ ഗോകുൽ പറയുന്നു കേട്ടോ. ഇതൊക്കെ ശരിയാണെന്ന് ഇന്ദുവിന് തോന്നി തുടങ്ങാണ് കേട്ടോ. ഇതിലൊരു ശരിയുണ്ടെന്ന് ഇന്ദുവിൻ്റെ മനസ്സിലും തോന്നാണ്. ഈ സമയമാണെങ്കിലോ ഇങ്ങനെ വിനയനെയാണ് കാണിക്കുന്നത്. വിനയൻ്റെ മനസ്സിൽ അലട്ടലായി. ഇനിയിപ്പോൾ എന്താവുമോ എന്നുള്ള ആ ഒരു ടെൻഷനായി. അനന്തമാഷിൻ്റെ വീട്ടിലെ പ്രശ്നത്തിന് ഒരു പരിഹാരവുമില്ല. അതുകൊണ്ട് തന്നെ അനുപമയുടെ പ്രശ്നം ഒരു ഭാഗത്ത്, മറുഭാഗത്താണെങ്കിലും ഇപ്പോൾ ദയം വന്നിരിക്കുന്നു. ഈ സമയത്ത് തൻ്റെ ഭാര്യയെ താൻ വിളിക്കാൻ പറ്റത്തില്ല. എന്നാൽ തൻ്റെ ഭാര്യ അതെല്ലാം ഇട്ടെറിഞ്ഞ് പോരില്ല. അപ്പോൾ ചീരുവും ഞാനുമായുള്ള ജീവിതം ഇനിയും നീളേണ്ടിയിരിക്കുന്നു, ഇനിയും നീളുമെന്നിങ്ങനെ വിനയൻ മനസ്സിലാക്കാനായിട്ടാ. അപ്പോൾ ഇത് കണ്ടിട്ട് അങ്ങോട്ടേക്ക് ലതിക വരികയാണ്. അപ്പോൾ ഉടൻ തന്നെ എന്താടാ മോനെ നീ ഇങ്ങനെ ആലോചിക്കുന്നത്? അല്ല അമ്മേ, ചീരു ഇനി ഇപ്പോഴും എൻ്റെ അടുത്തോട്ട് വരില്ല. അവിടെ ഒരു പ്രശ്നം കഴിയുമ്പോൾ ഒരു പ്രശ്നമാണ്. എന്ത് പ്രശ്നം? ഇപ്പോൾ ദയയുടെ പ്രശ്നം വന്നിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ ആ പ്രശ്നത്തിനൊരു പരിഹാരമായി ഈ പറയുന്ന അനുപമയുടെ വീട് രജിസ്ട്രേഷൻ ഒക്കെ കഴിയുമ്പോഴേക്കും ഇനി അടുത്തത് എന്തെങ്കിലും ആ വീട്ടിൽ വരുമോ എന്ന് പറയാൻ കഴിയില്ല. ആ സമയം ചീരു എൻ്റെ അടുത്തോട്ട് വരുമില്ല. ചീരുവായിട്ട് വരണം, എനിക്ക് വിളിക്കാൻ യാതൊരുവിധ ഇതുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയണേ.